നെക്സ്റ്റ് നമ്മൾ ഒന്നിലധികം ഇനിക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഉള്ള പ്രോബ്ലംസ് നോക്കാം. ആ പ്രോബ്ലംസ് ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും. ഒരു മാക്സിമൈസ് ചെയ്യാൻ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ സബ്ജക്റ്റ് ടു ജി ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. പിന്നെ ഇതൊക്കെ ഇന്നിക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ്. അപ്പം മൊത്തത്തിൽ 4 ഇന്നിക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ അതൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റണം എന്ന് മാത്രം. ശരി, ഇതൊക്കെ മാറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റണം. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ മൈനസ്, പക്ഷേ -0 എന്ന് പറഞ്ഞാൽ 0 അല്ല, അതുകൊണ്ടാണ് 0 എന്ന് എഴുതുന്നത് ഈ സൈഡ്. അങ്ങനെ വരും. പിന്നെ ഇത് ഓൾറെഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇപ്പം 4 ഇന്നിക്വാലിറ്റി കൺസ്ട്രെയിൻസും ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ തന്നുള്ള പ്രോബ്ലത്തെ ഈ തരത്തിലേക്ക് മാറ്റണം. എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റണം. എന്നതിന് ശേഷം എല്ലാം എഴുതണം. മനസ്സിലല്ലേ? എല്ലാം എഴുതുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എൽ എന്ന് പറയുമ്പോൾ എഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൈനസ് λ1 ഇതിന് λ1, ഇതിന് λ2, ഇതിന് λ3, ഇതിന് λ4 എല്ലാം മൈനസിലായിരിക്കണം. പിന്നെ ഇതങ്ങോട്ട് എഴുതുക, ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഇത് മൈനസ് ചെയ്ത് ഇങ്ങോട്ട് മൈനസ് ചെയ്തങ്ങ് എഴുതുക. അങ്ങനെ അവിടെ ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് മൈനസ് λ1 ഇൻറ്റു ആദ്യത്തത് ജി ഓഫ് എക്സ് വൈ മൈനസ് ജി മൈനസ് ബി മൈനസ് λ2 രണ്ടാമത്തെ മൈനസ് എക്സ് മൈനസ് 0 മൈനസ് λ3 ഇൻറ്റു ഇത് മൈനസ് വൈ മൈനസ് 0 മൈനസ് λ4 ഇൻറ്റു മൈനസ് സെറ്റ് മൈനസ് 0. ഇങ്ങനെയാണ് ഇത് വരിക. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ പ്ലസ് ആവും. കാരണം ഈ മൈനസ് എക്സ് ഈ 0 നോക്കണ്ട, മൈനസ് പ്ലസ് ആവും. പ്ലസ് λ2 എക്സ് ആവും, ഇത് പ്ലസ് λ3 വൈ ആവും, ഇത് പ്ലസ് λ4 സെറ്റ് ആവും. പക്ഷെ എഴുതുന്ന രീതി എപ്പോഴും ഇതാണ്, മൈനസ് വെച്ചിട്ട് എഴുതേണ്ടത്. മൈനസ് വെച്ചിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവണം എല്ലാം. പിന്നെ മൈനസ് λ1 λ2 അങ്ങനെ തന്നെ പോകണം. ഓക്കെ, അപ്പോൾ പിന്നെ സോൾവ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു 3 എണ്ണം ഇവിടെ ഉണ്ട്. എക്സും വൈയും സെറ്റും ഉണ്ട്. അതുകൊണ്ട് ലോയൽ ബൈ ഡോ എക്സ് വേണം, ഡോയൽ ബൈ ഡോ വൈ വേണം, ഡോയൽ ബൈ ഡോ സെറ്റ് വേണം. പിന്നെ നമുക്ക് λ1 λ2 λ3 λ4 കണക്കാക്കിയിട്ട് അത് 4 ഇന്നിക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഇല്ലേ, അതിന് 4നും ഈ രൂപത്തിലുള്ള വേണം. λ1 ഇൻറ്റു ജി മൈനസ് പി ഈക്വൽ ടു 0. അതുപോലെ അടുത്ത് λ2 ഇൻറ്റു എക്സ് 0, λ3 ഇൻറ്റു വൈ 0, λ4 ഇൻറ്റു സെറ്റ്സ്. അത് പിന്നെ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒന്ന് ഇത് 0 ആണോ, λ1 ഇൻറ്റു ദിസ് 0, അടുത്ത് λ2 ഇൻറ്റു എക്സ് 0, λ3 ഇൻറ്റു വൈ 0, λ4 ഇൻറ്റു സെറ്റ് 0. ഇതാണ് എഴുതേണ്ടത്. ശരി, അപ്പോൾ ഇത് നോക്കി എളുപ്പത്തിൽ കിട്ടുന്നത്. പിന്നെ ഗിവൺ കണ്ടീഷൻസ് ചെയ്ത ജി ഓഫ് എക്സ് വൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഗിവൺ കണ്ടീഷൻസ്. പിന്നെ -6 ലെസ് ദാൻ ഓർ ഈക്വൽ 0 അല്ലെങ്കിൽ -5 ഇത് എഴുതുക. അല്ലെങ്കിൽ എളുപ്പം നമുക്ക് ആദ്യം തന്നെ എഴുതുക. മൈനസ് വിട്ട് കൺഫ്യൂഷൻ വേണ്ടല്ലോ. ഗിവൺ കണ്ടീഷൻസ് എഴുതുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇത് എഴുതണം അല്ലെങ്കിൽ ഇത് എഴുതണം. അപ്പോൾ ഇത് എഴുതുന്നത് നമുക്ക് സൗകര്യം, മൈനസ് ഇട്ടിട്ട് ബുദ്ധിമുട്ടാക്കണ്ട. ഗിവൺ കണ്ടീഷൻസ് ഇത് 4 എഴുതുക. അതാണ് പിന്നെയുള്ള കാര്യങ്ങൾ. മനസ്സിലായില്ലേ? പിന്നെയുള്ള കാര്യങ്ങൾ അതാണ് ഗിവൺ കണ്ടീഷൻസ്. പിന്നെ ലാസ്റ്റ് കണ്ടീഷൻ ലാംഡേൻ്റെ വാല്യൂ ഒക്കെ പോസിറ്റീവ് ആയിരിക്കണം. എല്ലാ ലാംഡയും പോസിറ്റീവ് ആയിരിക്കണം. λ1 ഗ്രേറ്റർ λ2 ഇതാണ്. ഇത്രയും ആണ് കണ്ടീഷൻസ്. ഇതെഴുതുന്നതും സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ലെ ഈ ഇക്വേഷൻസ് എഴുതുന്നതും പഠിച്ചാൽ തന്നെ പകുതി മാർക്കായി. പിന്നെ സോൾവ് ചെയ്യുക, ഏത് എക്സ് വൈ സെറ്റിനാണ് മാക്സിമൈസ് ചെയ്യുന്നത് കാണാൻ. ഓക്കെ, സോൾവ് ചെയ്യുക, ഏതിനാണ് മാക്സിമൈസ് ചെയ്യുന്നത് കാണാൻ. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇനി പ്രോബ്ലം മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഇതിൽ ഒരു ഒറ്റ വ്യത്യാസം, ഇതേപോലെ തന്നെ എടുത്താൽ മതി. ഇതിൽ മിനിമൈസേഷൻ കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ വ്യത്യാസപ്പെടുത്തുള്ളൂ. ഇതെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്നത് ആയിരിക്കും ഇവിടെ മാത്രം. അപ്പോൾ ഒരേ പ്രോബ്ലം ചിലപ്പോൾ മാക്സിമം മിനിമം ഒരേ പ്രോബ്ലം ചോദിച്ചാൽ ഇങ്ങനെ എല്ലാം എടുത്തിട്ട് കോമൺ ആയിട്ട് എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഇതേ പാറ്റേണിൽ എല്ലാം എടുത്തിട്ട് മാക്സിമം വരണമെങ്കിൽ ഇതൊക്കെ പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ 0 ആയിരിക്കണം. മിനിമം വേണ്ടെങ്കിൽ ഇതൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഈ പറഞ്ഞ എല്ലാ മൾട്ടിപ്ലയേഴ്സും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന രീതിയിലുള്ള എക്സ് വൈ സെറ്റ് എടുത്തിട്ട് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഈ കാര്യം ഇവിടെ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ഇഫ് ദ പ്രോബ്ലം ഈസ് ടു മിനിമൈസ് ടേക്ക് λ1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ3 ഇതൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം നമ്മൾ ആ സ്റ്റെപ്പ് 2ൽ എടുക്കേണ്ടത്. അത്രയേ ഉള്ളൂ.
ഓക്കെ, നമ്മൾ നേരത്തെ ആ പ്രോബ്ലം തന്നെ നോക്കാം. നേരത്തെ പ്രോബ്ലം നേരത്തെ പ്രോബ്ലം അല്ല, നേരത്തെ നമ്മൾ പ്രോബ്ലം പറഞ്ഞില്ല. ഇതാണ് പ്രോബ്ലം. മാക്സിമൈസ് എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഈക്വൽ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെറ്റ്. 3 വേരിയബിൾ ഉണ്ട്. 2 വേരിയബിളോ 3 വേരിയബിളോ എന്നുള്ള ഒന്നും പ്രശ്നമല്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായി സബ്ജക്റ്റ് ടു ഒരു ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. ബാക്കി തന്നുള്ള 3 കൺസ്ട്രെയിൻസ് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സാധാരണ പോലെ എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിനെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവുന്ന രീതിയിൽ മാറ്റി എഴുതി. എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന രീതിയിൽ മാറ്റി എഴുതി. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ സ്റ്റെപ്പ് 1 പോവാം. സ്റ്റെപ്പ് 1 ഞാൻ പറഞ്ഞു, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൈനസ് ആദ്യത്തേന് λ1, രണ്ടാമത്തെ λ2, λ2. അപ്പോൾ λ1 ഇൻറ്റു ദിസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് -1. അതാണ് ആദ്യത്തത്. മൈനസ് λ2 മൈനസ് എക്സ് മൈനസ് 0. അടുത്തത് മൈനസ് λ3 ഇൻറ്റു മൈനസ് വൈ മൈനസ് 0. മൈനസ് λ4 ഇൻറ്റു മൈനസ് എറ്റ് മൈനസ് 0. ഇങ്ങനെ ബ്രാക്കറ്റൊക്കെ കറക്റ്റായിട്ട് എഴുതുക. അടുത്തതിൽ സ്റ്റെപ്പിൽ ക്ലിയർ ആക്കിയത് എൽ ഇസ് ഈക്വൽ എക്സ് വൈ സെറ്റ് മൈനസ് λ1. ഇത് അങ്ങനെ തന്നെ എഴുതാൻ പറ്റും. അടുത്ത പക്ഷേ ഈ മൈനസ് എക്സും ഈ മൈനസ് പ്ലസ് λ2 എക്സ് ആവും. ഇത് പ്ലസ് λ3 വൈ, അത് പ്ലസ് λ4 സെറ്റ് ആവും. ഓക്കെ, ഇവിടെ അങ്ങനെ വരും. ശരി, ഇനി ഓരോന്നിനെ എക്സും വൈയും സെറ്റൊക്കെ അനുസരിച്ച് ഡോവൽ ബൈ ഡോ എക്സ്, ഡോവൽ ബൈ ഡോ വൈ, ഡോവൽ ബൈ ഡോ സെറ്റ് കാണുക ഈക്വൽ ടു 0 എന്നുള്ളത്. ഇത് ആദ്യത്തെ 3 ഇക്വേഷൻ. ഇതൊക്കെ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. 3 എഴുതി. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു, ഇത് നോക്കി അങ്ങ് എഴുതിയാൽ മതി. λ1 ഇൻറ്റു ദിസ് ഈക്വൽ ടു 0 എന്ന് എഴുതുക. λ2 ഇൻറ്റു എക്സ് 0 എന്ന് എഴുതാം. λ3 ഇൻറ്റു വൈ 0 എന്ന് എഴുതാം. λ4 ഇൻറ്റു സെറ്റ് 0. അപ്പം പുതിയ 4 വന്നില്ലേ. ഇതാണ് ഫോർ ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസിൽ എഴുതുന്ന കാര്യങ്ങൾ. ഇതാണ്. ഇനി ഗിവൺ കണ്ടീഷൻസ് അടുത്തത്. ഇതൊക്കെ ഗിവൺ കണ്ടീഷൻസ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പിന്നെ ഇത് 3 തന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ എഴുതിയാൽ മതി, മാറ്റി എഴുതേണ്ട ആവശ്യമില്ല. മൈനസ് ലെസ് ദാൻ ഓർ 0 എഴുതിയ കുറച്ചുകൂടി കോംപ്ലിക്കേഷനാണ്. ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷേ മൈനസ് എക്സ് അങ്ങനെ എഴുതുന്നത് എല്ലുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ എഴുതുന്നത്. എന്നാൽ അത് കറക്റ്റ് എല്ലായിട്ട് കിട്ടും നമുക്ക്. ഇതിങ്ങനെ തന്നെ എഴുതിയാൽ മതി തൽക്കാലം. പിന്നെ വേണ്ടത് ഇതെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ. അങ്ങനെ 4 കണ്ടീഷൻ, അങ്ങനെ 16 കണ്ടീഷൻസ് ഉണ്ട്. ഈ 16 കണ്ടീഷൻസും എല്ലാം ഈ 16 കണ്ടീഷൻസും നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അതിന് പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ പകുതി മാർക്ക് കിട്ടും. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 മാർക്ക് എന്തായാലും കിട്ടും. ഈ 3 മാർക്ക് എല്ലാവർക്കും കിട്ടും. ഇനി ഏതെങ്കിലും ഒരാൾക്ക് പിന്നെ 70-ൽ 21 മാർക്ക് തികഞ്ഞില്ല, കൂട്ടി വെക്കുമ്പോൾ വാല്യൂ ചെയ്ത് കൂട്ടി വെക്കുമ്പോൾ ഒരു 18 എത്തി നിൽക്കുക. ഇനി 21 ആക്കാൻ വേണ്ടി ഒരു 3 മാർക്കൊക്കെ കൂട്ടിത്തരും. അതിനെന്ത് വെച്ചാൽ അവർ ഇതിന് 3 തരേണ്ടത് നിങ്ങൾക്ക് 4 അങ്ങ് തരും. വേറെ ഏതെങ്കിലും പ്രോബ്ലത്തിന് അങ്ങനെ 3 തരേണ്ടത് 4 തരും. അങ്ങനെ 21 ആക്കും. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കണം എന്ന് പറയാൻ കാരണം നിങ്ങൾ ഒരു പാറ്റേൺ ആണ്, അത് പഠിച്ചാൽ മാത്രം മതി. ഇത് എഴുതാനൊന്നും പ്രയാസമൊന്നുമില്ല. പിന്നെ നിങ്ങൾ സോൾവ് ചെയ്യാൻ ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലമാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അറിയണം. അല്ലാതെ പുതിയൊരു പ്രോബ്ലം കിട്ടിയാൽ ചിലപ്പോൾ പ്രയാസമായേക്കാം. എനിവേ ഇത് പഠിക്കണം. ഈ പ്രോബ്ലം ഒന്ന് ഒഴിവാക്കിയാലും ഈ മെത്തേഡ് ഒഴിവാക്കരുത്. കാരണം ഇതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആക്കി തരുന്നത്. വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് പല ആവർത്തി നിങ്ങളിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള 16 ഇക്വേഷൻസിൽ നിന്നും സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വൈൻ്റെ സെറ്റിൻ്റെ വാല്യൂസ് കാണാം. ഇതാണൊരു മെത്തേഡ്. അത് മാത്രം കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് നോക്കുക, ഈ പ്രോബ്ലം ചെയ്യുന്നത് ഇതിൽ ഇക്വേഷൻ 1-ൽ നിന്ന് നമുക്ക് ഇക്വേഷൻ 1 നോക്കുക. ഇക്വേഷൻ 1-ൽ നിന്ന് നമുക്ക് λ1 ഒരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇക്വേഷൻ 1-ൽ മൈനസ് λ1 ഉണ്ട്. ഇക്വേഷൻ 1-ൽ മൈനസ് λ1 ഉണ്ട്. അത് അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എളുപ്പം. അപ്പോൾ പ്ലസ് λ1 ആവും. ബാക്കിയെല്ലാം ഒരു സൈഡ് നിർത്തിയാൽ λ1 ഈസ് ഈക്വൽ ടു വൈ സെറ്റ് പ്ലസ് λ2 കിട്ടും. ഇതേ രണ്ടാമത്തെ ഇക്വേഷനിൽ λ1 അതുപോലെ ഒരു സൈഡിലേക്ക് മാറ്റിയാൽ λ1 എന്തായിരിക്കും? എക്സ് സെറ്റ് പ്ലസ് λ3 ആയിരിക്കും. മൂന്നാമത്തെ ഇക്വേഷനിൽ λ1 എന്തായിരിക്കും? എക്സ് വൈ പ്ലസ് λ4 ആയിരിക്കും. അതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം. 7 എന്ന് പറഞ്ഞാൽ 70 എന്ന് പറഞ്ഞ ഇക്വേഷൻ. 16 വരെ നമ്മൾ ഇക്വേഷൻ, 17ാമത്തെ ഇക്വേഷനാണ്. ആ 3 ഇക്വേഷനിലും ആദ്യത്തെ 3 ഇക്വേഷനിൽ λ1 ഉണ്ട്. ആ λ1 കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എനിവേ 5ാമത്തേതിൽ പ്രോഡക്റ്റാണ് 0 ആവുന്നത്. λ1 ഇൻറ്റു ദിസ് വാല്യൂ ആണ് 0 ആവുന്നത്.
അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് സീറോ ആവും. ഒന്നുകിൽ ലാംഡ വൺ സീറോ ആവണം, അല്ലെങ്കിൽ ഈ വാല്യൂ സീറോ ആവണം. കാരണം അത് പ്രോഡക്റ്റാക്കി എഴുതിയതാണ്. അഞ്ചാമത്തെ കൺസ്ട്രെയിൻ്റ് എന്താണ്? ഒരു പ്രോഡക്റ്റ് സീറോ എന്നാണ്. അപ്പോൾ ആ പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് സീറോ ആവണം, എന്നാലും സീറോ. ഒന്നുകിൽ ലാംഡ വൺ സീറോ ആണ്, അല്ലെങ്കിൽ മറ്റേ ഭാഗം സീറോ ആവണം. ഓക്കെ, അപ്പോൾ ഇത് സീറോ ആവുന്ന കേസാണ് പരിശോധിക്കുന്നത്. കേസ് ലാംഡ വൺ ഈക്വൽ ടു സീറോ ഫ്രം 17. ഇത് സീറോ ആയിപ്പോയി, അതായത് 3 സീറോ ആണെന്ന് അർത്ഥം അല്ലേ. ഫ്രം 17 YZ പ്ലസ് ലാംഡ 2 XZ പ്ലസ് ലാംഡ 3 XY പ്ലസ് ലാംഡ 4. ഇതൊക്കെ ലാംഡ വൺ ആണ്, പക്ഷേ ലാംഡ വൺ സീറോ ആണ്. അപ്പോൾ ഇതെല്ലാം സീറോ ആണ്. ഇനി എക്സിൻ്റെ കാര്യം നമുക്കറിയാം, പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണ്, സെറ്റും പോസിറ്റീവ്. അതും കൺസ്ട്രെയിൻസ് ആണ്. അതും നമുക്ക് ഇക്വേഷൻ ഉണ്ട് അല്ലേ. അത് നമുക്ക് 10, 11, 12 എന്ന് പറഞ്ഞ ഇക്വേഷൻ പ്രകാരം ഇതൊക്കെ പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ട് ഇത് എല്ലാം സീറോ ആയിരിക്കും, കാരണം ഇത് പോസിറ്റീവ് ആയിരിക്കും. വൈയും സെറ്റും പോസിറ്റീവാണ്, ഇതൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ ഈ ഇങ്ങനെ എല്ലാം എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. അപ്പോൾ ഒരു വൈസെറ്റ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി പ്ലസ് ലാംഡ ടു സീറോ എന്ന് വന്നു. വൈയും സെറ്റും പോസിറ്റീവ് അല്ലേ. അപ്പോൾ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ പ്രോഡക്റ്റും അതിനോടൊരു നമ്പർ എഴുതുക സീറോ വരണമെങ്കിൽ ലാംഡ ടു സീറോ ആയിരിക്കണം, കാരണം ലാംഡ ടു നെഗറ്റീവ് ആകാൻ പറ്റില്ല. ഓക്കെ, വൈ ഇൻറ്റു സെറ്റ് ഇപ്പോൾ വൈ ഒരു 5ഉം സെറ്റ് ഒരു 3, 5 ഇൻറ്റു 3 15 പ്ലസ് ലാംഡ ടു സീറോ ആണെങ്കിൽ ലാംഡ ടു -15 ആവാം. പക്ഷേ ലാംഡ ടു -15 ആകാൻ പറ്റില്ല, കാരണം ലാംഡ ടു ലാംഡ 3 ലാംഡ 4 ഒക്കെ നോൺ നെഗറ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ കണ്ടീഷനില്ലേ. അതുകൊണ്ട് ഒരു ചാൻസേ ഉള്ളത് സീറോ ആവണം. ഇതുപോലെ ഇതും XZ പ്ലസ് ലാംഡ 3 സീറോ ആകുമ്പോൾ XZും XZും പോസിറ്റീവാണ്, XZും നോൺ നെഗറ്റീവ്. മൾട്ടിപ്ലൈ ചെയ്താൽ നോൺ നെഗറ്റീവ്. അതിനോടൊരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്തിട്ട് സീറോ ഉണ്ടെങ്കിൽ അത് സീറോ ആയിരിക്കണം. അതുപോലെ ലാംഡ 4 സീറോ ആയിരിക്കും. അതാണ് അങ്ങനെ കിട്ടുന്നത്. ലാംഡ 2 ലാംഡ 3 ലാംഡ 4 സീറോ ആയിരിക്കും. ഓക്കെ, ലാംഡ 1 സീറോ ആണ്. അപ്പോൾ കണ്ടീഷൻ ശരിയായി. ലാസ്റ്റ് പറയുന്ന കണ്ടീഷൻ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാം സീറോ ആണ്, അത് മതി. ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ടു സീറോ. അപ്പോൾ കണ്ടീഷൻ ശരിയായി. അപ്പോൾ ഇതിനനുസരിച്ച് കിട്ടുന്ന എക്സും വൈ സെറ്റും നമുക്ക് എടുക്കാം മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി 17 ഇംപ്ലൈസ് ഇതൊക്കെ സീറോ ആയല്ലോ. ലാംഡ 2 ലാംഡ 3 ലാംഡ 4 സീറോ ആയതുകൊണ്ട് വൈ സെറ്റും XZും XYയും സീറോ ആയിരിക്കും. ഇത് 3 ഈക്വൽ ആയിരിക്കും അല്ലേ. മാത്രമല്ല അത് ലാംഡ 1 ഈക്വൽ അല്ലേ, ലാംഡ 1 സീറോ ആണ്. അപ്പോൾ ഇത് 3 പ്രോഡക്റ്റ് സീറോ ആവുമെന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് സീറോ ആവണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് സീറോ ആയിരിക്കും. വൈ ഈക്വൽ ടു സീറോ ഓർ സെറ്റ് ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ X ഈക്വൽ ടു സീറോ ഓർ സെറ്റ് ഈക്വൽ ടു സീറോ, ഓർ X ഈക്വൽ ടു സീറോ വൈ ഈക്വൽ ടു സീറോ. ഇങ്ങനെയൊക്കെ വരണം ഇതിൽ. ഇൻ എനി കേസ് ഇത് ഏത് കേസായാലും ഏതെങ്കിലും ഒന്ന് സീറോ അല്ലേ. ഒന്നുകിൽ X സീറോ അല്ലേ, വൈ സീറോ അല്ലേ, സെറ്റ് സീറോ അല്ലേ. അപ്പോൾ FX Y സെറ്റ് എന്നുള്ളത് X ഇൻറ്റു വൈ ഇൻറ്റു സെറ്റ് അല്ലേ, അത് സീറോ ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഏത് ചോയ്സ് വന്നാലും ഇതൊക്കെ എടുക്കാം നമുക്ക്. X സീറോ ആയിട്ടോ വൈ സീറോ ആയിട്ടോ ഒക്കെ എടുക്കാം. പക്ഷേ അതിൽ ഏത് പ്രോബ്ലം വന്നാലും FX Y സെറ്റ് സീറോ ആയിരിക്കും എന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ ഓരോരോ കേസ് ലാംഡ 1 സീറോ അല്ല, ഗ്രേറ്റർ ദാൻ സീറോ ആണ് വിചാരിച്ചു. അപ്പോൾ ഇത് ശരിയാവണം, ഇത് ശരിയാവണം. അപ്പോൾ X പ്ലസ് വൈ പ്ലസ് സെറ്റ് -1 സീറോ ആവണം, അല്ലെങ്കിൽ X പ്ലസ് വൈ പ്ലസ് സെറ്റ് 1 ആയിരിക്കും. ഇനി ഇതിൽ തന്നെ നമ്മൾ അസ്യൂം ചെയ്യുക X സീറോ ആണെന്ന് വിചാരിക്കുക. Xും വൈയും സെറ്റും ആഡ് ചെയ്താൽ 1 കിട്ടണമെങ്കിൽ Xനൊരു വില കൊടുത്തു വെക്കുക, സീറോ എടുത്തു വെക്കുക. അപ്പോൾ നമുക്കറിയാം ലാംഡ 1 ഈക്വൽ XZ പ്ലസ് ലാംഡ 3 ആണെന്നുണ്ട് നമുക്ക് നേരത്തെ ഉള്ളത് 17 ലാംഡ 1 ഈക്വൽ XZ പ്ലസ് ലാംഡ 3 അതെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ XZ ഈക്വൽ ടു XY ആണ്, XZ ഈക്വൽ ടു XY ആണ്, XY ആണ്, XZ ഈക്വൽ ടു XY. XY പ്ലസ് ലാംഡ XZ ഈക്വൽ ടു XZ പ്ലസ് ലാംഡ 3 ലാംഡ 1 അത് വിടുന്നുണ്ട്. അതുപോലെ XY പ്ലസ് ലാംഡ 4 ലാംഡ 1 ആണ്. അപ്പോൾ അത് രണ്ട് ഈക്വൽ ആണല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ഇരുന്നത്. ലാംഡ ഇംപ്ലൈസ് ലാംഡ 3 ലാംഡ 4 ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, X സീറോ ആണ്. X സീറോ ആകുമ്പോൾ ഇതും സീറോ ആയിപ്പോൾ ഇതും സീറോ ആകും. അപ്പോൾ ലാംഡ 3 ഈക്വൽ ലാംഡ 4 ആണ്. ലാംഡ 3 ഈക്വൽ ലാംഡ 4 ഈക്വൽ ലാംഡ 1 ആണ് വിടുന്നത്. ലാംഡ 1 പക്ഷേ ലാംഡ 1 സീറോ അല്ല, ഗ്രേറ്റർ ദാൻ സീറോ എന്നുള്ള കേസാണ്. അപ്പോൾ ലാംഡ 1 ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അപ്പോൾ പക്ഷേ ഇത് രണ്ട് ഈക്വൽ ആണ്, പക്ഷേ സീറോ ആവില്ല. ഇത് രണ്ട് സീറോ ആവില്ല, ഈക്വൽ ആണ്, പക്ഷേ ഗ്രേറ്റർ ദാൻ സീറോ ആണ്. മതിയല്ലോ, ഗ്രേറ്റർ ദാൻ സീറോ ആണ്. ഇനി ദെൻ ലാംഡ 3 വൈ ഈക്വൽ ടു സീറോ
ആൻഡ് ലാംഡ ഫോർ സെറ്റ് ഈക്വൽ ടു 0 എന്നുള്ള രണ്ട് കണ്ടീഷൻ നമുക്കുണ്ട്. അതായത് 7ഉം 8ഉം കണ്ടീഷൻ ഉണ്ട്. ലാംഡ 3 വൈ ഈക്വൽ ടു 0, ലാംഡ ഫോർ സെറ്റ് ഈക്വൽ ടു 0. പക്ഷെ ഇതിൽ ലാംഡ 3യും ലാംഡ 4ഉം പോസിറ്റീവാണ്, 0 അല്ല. അപ്പോൾ മറ്റേ 0 ആവണം, വൈ 0 സെറ്റ് 0 ആവണം. നൗ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് എന്നുള്ളത് 0 + 0 + 0 ഈക്വൽ ടു 0 എന്നായി പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൾറെഡി എക്സ് 0 എന്ന് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, ലാംഡ 3 ലാംഡ 4 നമുക്ക് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 0 അല്ല, 0 അല്ലാത്തൊരു നമ്പറോട് വേറെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 0 ആവണം, ഇത് 0 ആണ്, വൈ 0 ആണ്. അതുപോലെ ഇവിടെയും 0 അല്ലാത്ത നമ്പറാണ്, ലാംഡ 4 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സെറ്റ് മൾട്ടിപ്ലൈ 0 ആണ്, സെറ്റ് 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഓൾറെഡി 0 ആണ്, വൈയും സെറ്റും 0 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് 0 + 0 + 0 0 എന്നുണ്ട്. പക്ഷേ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് 1 ആയിരിക്കും. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ വന്നു. അങ്ങനെ കോൺട്രഡിക്ഷൻ വരുന്നതുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം എക്സ് 0 ആവാൻ പറ്റില്ല. എക്സ് 0 ആയതുകൊണ്ട് ഈ പ്രശ്നമൊക്കെ വന്നത്. ഇപ്പോൾ കൺക്ലൂഡ് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ലെസ് ദാൻ 0 എന്തായാലും ആവില്ല, മനസ്സിലായില്ല. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം ഉള്ള കണ്ടീഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആയാലും ഇങ്ങനെ ഒരു പ്രോബ്ലം വരും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കിട്ടും, എക്സ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ. ബൈ സിമിലർ വേ ഇതേപോലെ തന്നെ വൈ ഗ്രേറ്റർ ദാൻ 0 സെറ്റ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. ഇതേപോലെ തന്നെ അത് ബൈ സിമിലർ വേ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് മൂന്നും പോസിറ്റീവ് ആയിരിക്കും, സ്ട്രിക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ 6, 7, 8 പറയുന്ന പ്രകാരം ലാംഡ 2 ലാംഡ 3 ലാംഡ 4 ഒക്കെ 0 ആയിരിക്കും. കാരണം 6, 7, 8 പറയുന്നത് ലാംഡ 2 × എക്സ് 0, ലാംഡ 3 × വൈ 0, ലാംഡ 4 × സെറ്റ് 0 എന്നാണ്. പക്ഷേ അതിൽ ഈ എക്സും വൈയും സെറ്റൊക്കെ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് രണ്ടാമത്തെ ഭാഗം 0 ആവണം. അപ്പോൾ ലാംഡ 2 ലാംഡ 3 ലാംഡ 4 0 ആവണമെന്ന് കിട്ടും. അപ്പോൾ 17 എന്ത് വരും? എക്സ് വൈ ഈക്വൽ ടു വൈ സെറ്റ് ഈക്വൽ ടു എക്സ് സെറ്റ് ആവും അല്ലേ? 17 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ അങ്ങനെയായിട്ട് മാറും. ഇത് ലാംഡ 2 ലാംഡ 3 ലാംഡ 4 0 ആയാൽ എക്സ് വൈ ഈക്വൽ ടു വൈ സെറ്റ് ഈക്വൽ ടു എക്സ് സെറ്റ് എന്ന് കിട്ടും. അപ്പോൾ 3 ഈക്വൽ ആയിരിക്കും. 17 ഇംപ്ലൈസ് ദിസ്. ഇനി എക്സ് വൈ ഈക്വൽ ടു വൈ സെറ്റ് ആണെങ്കിൽ ഇംപ്ലൈസ് വൈ ക്യാൻസൽ ആവും, എക്സ് ഈക്വൽ ടു സെറ്റ്. കാരണം വൈ ക്യാൻസൽ ആക്കാം, പോസിറ്റീവാണല്ലോ, പോസിറ്റീവ് ആണെങ്കിൽ ക്യാൻസൽ ആക്കാം. അതുപോലെ വൈ സെറ്റ് ഈക്വൽ ടു സെറ്റ് ആണ്, വൈ ഈക്വൽ ടു എക്സ് ആയിരിക്കും. അപ്പോൾ എക്സും വൈയും സെറ്റും ഈക്വൽ ആയിരിക്കും അല്ലേ? എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെറ്റ്. ദെയർഫോർ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഈക്വൽ ടു 1 ഇംപ്ലൈസ് ഇത് 3 ഈക്വൽ നമ്പർ ആഡ് ചെയ്താൽ 1 കിട്ടുന്നത് ഓരോന്നും 1/3 ആയിരിക്കും. അപ്പോൾ എക്സ് 1/3 ആയിരിക്കും, അതുപോലെ വൈയും 1/3 ആയിരിക്കും, സെറ്റും 1/3 ആയിരിക്കും. ഇനി ഓൾസോ ലാംഡ 1 ലാംഡ 2 ലാംഡ 3 ലാംഡ 4 0 ആണ്. ആൻഡ് ലാംഡ 1 എന്നുള്ളത് വൈ സെറ്റ് പ്ലസ് ലാംഡ 2 ആണല്ലോ, 17 അതുകൊണ്ട് ലാംഡ 2 0 ആണെങ്കിൽ വൈ സെറ്റ് ആയിരിക്കും. വൈ സെറ്റ് എന്താണ്? 1/3 × 1/3 1/9 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ലാംഡ 1 ഗ്രേറ്റർ ദാൻ 0 ആണ്, ലാംഡ 2 ലാംഡ 3 ലാംഡ 4 0 ആണ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ശരിയായി. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എടുക്കാം. എക്സ് 1/3 വൈ 1/3 സെറ്റ് 1/3 നമുക്ക് എടുക്കാൻ പറ്റും. എഫ് ഓഫ് 0 ഓൾറെഡി 0 ആയിപ്പോയി. എഫ് ഓഫ് 1/3 1/3 1/3 കണ്ടാൽ എക്സ് × വൈ × സെറ്റ് അല്ലേ, 1/27. അപ്പോൾ ഇത് രണ്ടിലും മാക്സിമം ഏതാ? 1/27 ആണ് മാക്സിമം. ഓക്കെ, ഈസ് മാക്സിമം. ഈ തരത്തിലാണ് ആ പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒന്നുകൂടി നല്ല കൃത്യമായിട്ട് വായിച്ച് നോക്കണം. ഓക്കെ, മറ്റൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ മാക്സിമം ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സബ്ജക്റ്റ് ടു 2x + y ലെസ് ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ വൈ ഗ്രേറ്റർ ദാൻ 3 ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ്. ഇത് മാറ്റി എഴുതണം, ലെസ് ഓർ ഈക്വൽ ടു ആക്കി എഴുതി. 3 ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ എല്ലാം എഴുതുന്നത് മൈനസ് ലാംഡ 1 ഇൻറ്റു ദിസ് 2x + y മൈനസ് 2 മൈനസ് ലാംഡ 2 മൈനസ് എക്സ് മൈനസ് 0 മൈനസ് ലാംഡ 3 മൈനസ് വൈ മൈനസ് 0. അപ്പോൾ ഇത് പ്ലസ് ആവും, ഇതും പ്ലസ് ആവും. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ വരും. ഓക്കെ, ഇത് വരും. ഇനി ഡോയൽ ബൈ ഡോ എക്സും ഡോയൽ ബൈ ഡോ വൈ മതി, സെറ്റ് ഇതിലില്ല. പക്ഷെ പ്രോഡക്റ്റ് ആക്കി ഇതും എഴുതണം, ഇത് എഴുതണം, ഇത് എഴുതണം. അതങ്ങനെ 3, 4, 5 വന്നു. പിന്നെ ഉള്ളത് ഗിവൺ കണ്ടീഷൻസ് 2x + y ലെസ് ഓർ ഈക്വൽ ടു, പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഗിവൺ കണ്ടീഷൻസ് 6, 7, 8. പിന്നെ ഉള്ളത് ലാംഡയുടെ കാര്യം. ലാംഡ 1 ഏതൊക്കെ എവിടെ ഉപയോഗിച്ച്? ലാംഡ 1 ലാംഡ 2 ലാംഡ 3 ഇത് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇങ്ങനെ 11 കണ്ടീഷൻസ് എഴുതിയാൽ മതി. ഇത്രയും നിങ്ങൾ എഴുതിയാൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ 3 മാർക്ക് കിട്ടും. ഇനി സോൾവ് ചെയ്യാം.
സോൾവ് ചെയ്യുമ്പോൾ പിന്നെ ഓരോ പ്രോബ്ലം ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 1, 2 എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് λ1 മാത്രമായിട്ട് കണ്ടുവെക്കാം. നേരത്തെ പോലെയൊക്കെ λ1 കാണാം, λ1 ഇവിടെ നിന്നും കാണാം. അങ്ങനെ കണ്ടുവെച്ചാൽ 1 നിന്ന് λ1 2x + λ2/2 ആയിരിക്കും. അത് 2-ലത് 2y + λ3 ആയിരിക്കും. അതിന് ഇക്വേഷൻ, അടുത്ത ഇക്വേഷൻ 12. നേരത്തെ പ്രോബ്ലം പോലെ തന്നെയാണ് λ1 ആണ് കണ്ടുവെക്കുന്നത്. അപ്പോൾ ഫ്രം 3 നമുക്ക് λ1 0 ആവാം, പ്രോഡക്റ്റ് അല്ലേ, അല്ലെങ്കിൽ ഇത് 0 ആവാം. അപ്പോൾ കേസ് λ1 0 ആവുന്ന കേസ് എടുക്കുക. അപ്പോൾ ഈ 12 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഇത് 0, ഇത് രണ്ടും 0 ആയിരിക്കും. അപ്പോൾ ഇത് 2x + λ2 ന്യൂമറേറ്റർ 0 ആയിരിക്കും. പിന്നെ അതുപോലെ ഇവിടെ 2y + λ3 0 ആയിരിക്കും. ഓക്കെ, ഇംപ്ലൈസ് 2x = 0, 2y = 0 സിൻസ് λ2 > 0, λ3 > 0 അല്ലേ. കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ഇത് രണ്ട് പോസിറ്റീവാണ്. λ2 λ3 പോസിറ്റീവാണല്ലോ. അപ്പോൾ ഇതും പോസിറ്റീവാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് 0 ആവണമെങ്കിൽ ഇത് 0 ആവണം. 2x 0 ആവും, 2y 0 ആവും. അപ്പോൾ xy 0 ആയിരിക്കും, xy 0 ആയിരിക്കും. അപ്പോൾ xy 0 ആയാൽ f(x, y) എന്തായിരിക്കും? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? x² + y² അല്ലേ. അപ്പോൾ അത് 0 ആയിരിക്കും അല്ലേ. f(x, y) എന്ന് പറഞ്ഞാൽ ഈ കേസിൽ 0 ആയിരിക്കും. ഇനി ഈ കേസ് മറ്റേ കേസാണെങ്കിൽ, അടുത്ത കേസ് ഇതാണെങ്കിൽ 2x + y - 2 0 ആണെങ്കിൽ ഇത് സംഭവിക്കും. എക്സിന് 0 കൊടുത്തു വെക്കുക. നേരത്തെ പ്രോബ്ലം പോലെ എക്സിന് 0 കൊടുത്തു വെക്കുക. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ y 2 ആയിരിക്കും. y = 2 അല്ലേ. ഇതിൽ കൊടുത്താൽ y 2 ആയിരിക്കും, x 0 ആണ്. അപ്പോൾ xy എന്ന് പറഞ്ഞാൽ 0, 2 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ f(x, y) എന്തായിരിക്കും? പിന്നെ 4 ആയിരിക്കും. 2² = 4 ഈസ് മാക്സിമം. സ്റ്റെപ്പ് 3. ഓക്കെ, അതാണ് മാക്സിമം വരിക. ലാംഡ ഓൾറെഡി നമ്മൾ ഈ λ1 0 എന്ന് എടുത്തു. പിന്നെ λ2 > 0, λ3 > 0 എന്ന് വിചാരിച്ചിട്ടാണ് എക്സും വൈയും 0 ആക്കിയത്. ഇവിടെ ആ കേസ് തന്നെയാണ്, ഇവിടെ ആ കേസ് തന്നെ. പിന്നെ എക്സും വൈയും പോസിറ്റീവ് ആണെങ്കിൽ എന്നുള്ള കേസ് എടുത്താലോ, അല്ല x 0 ആണെങ്കിൽ y പോസിറ്റീവ് ആയാലോ ബാക്കിയൊക്കെ 0 ആയിക്കോളും. y പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ വൈനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്താണ്? λ2 അല്ലേ. y പോസിറ്റീവ് ആണെങ്കിൽ വൈനെ മൾട്ടിപ്ലൈ ചെയ്ത് λ3 0 ആയിക്കോളും. മനസ്സിലായി? λ3 0 ആയിക്കോളും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പിന്നെ x 0 ആണെങ്കിൽ y 2 ആയിരിക്കും. പിന്നെ ഈ കേസിൽ xy എന്നുള്ളത് 0, 2 എടുത്തു. അത് മാക്സിമമാണ്, ഇതാണ് മാക്സിമം. ഓക്കെ, മറ്റൊരു പ്രോബ്ലം, ഫൈൻഡ് ദ മാക്സിമാലിറ്റി ഓഫ് f(x, y) 2y² - x എന്നാണ്. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് 1, 2, 3 കൺസ്ട്രെയിൻസിൽ മാറ്റി എഴുതി, ഇങ്ങനെ എഴുതി ലെസ്സൺ ആക്കി എഴുതി നേരത്തെ പോലെ തന്നെ എഴുതുക. അപ്പോൾ അത് ഇത് പ്ലസ്സാവും, ഇത് പ്ലസ്സാവും. പിന്നെ 1, 2 ലോയൽ ബൈ പിന്നെ ഈ ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന 3 എഴുതുക. അപ്പോൾ 3, 4, 5 അത് എഴുതി. പിന്നെ 6, 7, 8 ഗിവൺ കണ്ടീഷൻസാണ്. ഗിവൺ കണ്ടീഷൻസ് എഴുതുക. പിന്നെ λ1, λ2, λ3 > 0 എന്നുള്ള അടുത്ത കണ്ടീഷൻസ് 9, 10, 11. ഓക്കെ, പിന്നെ ഫ്രം 3 ആണ് ഇവിടെ നോക്കുന്നത്. ഫ്രം 3 ഒന്നുകിൽ λ1 0 ആണ്, അല്ലെങ്കിൽ ഇത് 0 ആവണം. ശരി, ഇവിടെ നിന്നും പക്ഷേ നേരത്തെ പോലെ λ1 കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരത്തെ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതാണ് ആദ്യം എടുക്കുന്നത്. 3 എടുക്കും. ഫ്രം 3 λ1 0 ആണ്, അല്ലെങ്കിൽ ഇത് 0 ആവണം, പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ λ1 0 ആവുന്ന കേസാണെങ്കിൽ ഇക്വേഷൻ 1ൽ λ1 0 കൊടുക്കുക. ഇക്വേഷൻ 1ൽ λ1 അങ്ങ് 0 എടുത്താൽ മതി. അപ്പോൾ -1 - λ പ്ലസ് λ2 0 ആവും. ഇവിടെ λ1 0 ആകുമ്പോൾ 4y + λ3 0 ആവും. അങ്ങനെയാണ് λ1 0 ആവുന്ന കേസ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് λ2 സോൾവ് ചെയ്യുക. λ2 1 ആയിരിക്കും. ഇവിടെ λ3 -4y ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി λ2 1 ആണെങ്കിൽ x 0 ആയിരിക്കും. λ2 1 ആണെങ്കിൽ x 0 ആയിരിക്കും. കാരണം ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. λ2 1 ആണെങ്കിൽ ഏതൊക്കെ ഒന്ന് 0 ആവണ്ടേ. അപ്പോൾ λ2 0 അല്ല, 1 ആണ്. അപ്പോൾ x 0 ആയിപ്പോവും. അത് ശ്രദ്ധിക്കണം, x 0 ആയിപ്പോവും. അപ്പോൾ 5 ഇംപ്ലൈസ് 5ൽ λ3 എന്നുള്ളത് -4y നെഗറ്റീവ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -4y × y 0 ആണ്. അപ്പോൾ -4y² 0 ആവും. അപ്പോൾ y 0 ആവണം, y 0 ആവും. അപ്പോൾ x 0 ആയി, y 0 ആയി. മനസ്സിലായി?
അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 0 2 ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് എക്സ് അല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ 2 ഇൻറ്റു 0 സ്ക്വയർ മൈനസ് 0, അപ്പോൾ 0 ആയിപ്പോയി. അതുകൊണ്ട് ആ കേസിൽ നമുക്ക് ഈ പറയുന്ന ലാംഡ 1 0 ആണ്, ലാംഡ 2 പോസിറ്റീവാണ്, ലാംഡ 3 എന്ന് പറയുന്നത് 0 ആണ്. കാരണം വൈ 0 ആയി പിന്നെ ലാംഡ 3 0 ആണ്, ലാംഡ 3 മൈനസ് 4 വൈ അല്ലേ. അപ്പോൾ കണ്ടീഷനൊക്കെ ശരിയാവും. പക്ഷേ 0 0യിൽ വില 0 ആണ്. ഇനി അതല്ല മറ്റു കേസാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 എന്നുള്ള കേസാണെങ്കിൽ എക്സിന് 0 എടുത്തു വയ്ക്കുക, അപ്പോൾ വൈക്ക് +4 -1 വരാം. അപ്പോൾ ഇങ്ങനെ 3 കേസാണ് നമുക്കുള്ളത്. 0 1 വരാം, 0 -1 വരാം. ഈ കേസിലാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 = 0 ആവുന്ന കേസിലാണ് ഈ പറയുന്നത്. ഓക്കെ, ഇത് 3 പരിശോധിക്കുക, എന്ന് വില കൊടുത്തു വെക്കുക. അപ്പോൾ മാക്സിമം ഉണ്ടാകുന്നത് ഇതിലാണ്, 0 1ലും 0 -1ലാണ് മാക്സിമം ഉണ്ടാകുന്നത്. മാക്സിമം വാല്യൂ 2 ആണ്. ഓക്കെ, ഈ തരത്തിലാണ്. ഇതൊക്കെ ടെക്സ്റ്റിലെ ഉള്ള എക്സസൈസാണ്, ചോദിച്ചുകൂടായികയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പഠിക്കണതൊക്കെ എളുപ്പമാണ്. ഓക്കെ.